ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടബ്സ് PSC. ഈ വരുന്ന ജൂലൈയിൽ നമുക്ക് ഗ്രേഡ് 2 എക്സാം നടക്കുകയാണ്. അതുപോലെ തന്നെ സെപ്റ്റംബറിൽ ഗ്രേഡ് 3 എക്സാമുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൺഫർമേഷനും എക്സാം ഡേറ്റും എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഗ്രേഡ് 2 എക്സാമും ഗ്രേഡ് 3 എക്സാമും കോമൺ ആയിട്ട് OCR എക്സാംസൊക്കെ കോമൺ ആയിട്ടുള്ള ഈ ഗ്രേഡ് 2 ഗ്രേഡ് 3 OCR എക്സാംസ് നമുക്കറിയാം കൂടുതലും നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു നിമി ടെസ്റ്റ് സീരീസ് എന്നൊരു സീരീസായിട്ട് നമുക്ക് നിമിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ പാർട്ട് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സ്റ്റോക്ക് ആൻഡ് ബ്ലേഡ് ഇൻ ടി സ്ക്വയർ? ടി സ്ക്വയറിലുള്ള രണ്ട് പാർട്സ് ആണ് നമുക്കറിയാം. ഏതൊക്കെയാണ്? ബ്ലേഡും അതുപോലെ തന്നെ സ്റ്റോക്കും. സ്റ്റോക്കിന് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം, ഹെഡ് എന്ന് വിളിക്കാം അല്ലേ. ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെഡ് അതുപോലെ തന്നെ ബ്ലേഡും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? നമുക്കറിയാം ഏതാണ്, 90 ഡിഗ്രിയാണ് ആൻസർ. ഓക്കെ, 90 ഡിഗ്രിയാണ് ആൻസർ. ടി സ്ക്വയർ എല്ലാവർക്കും അറിയാമല്ലോ. ടി സ്ക്വയറിൻ്റെ നീളം കൂടിയ പോർഷനെയാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത്. അതായത് സ്കെയിൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ ഡയമെൻഷൻസ്, അതായത് ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ വെച്ച് വരയ്ക്കുന്നതാണ് ബ്ലേഡ്. അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ എഡ്ജിൽ വയ്ക്കുന്ന പോർഷനാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡെസിഗ്നേഷൻ ഓഫ് 420/594 mm സൈസ് പേപ്പർ ആസ് പെർ BIS? ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് A1, A2, A3, A4 പറയുന്നുണ്ട്. ആൻസർ ഏതാണ്? A2 ആണല്ലേ. ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസാണ് പറയുന്നത് 420x594. ഏതാണ്? A2 ആണ്. നമുക്ക് A0യുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് ഏതാണ്? A0യിലത് ഓക്കെ, A0യിലത് ഏതാണ്? 1189/841 അതുപോലെ A1ൻ്റെ ഏതാണ്? 841/594 A2ൻ്റെതോ 594x420 അതുപോലെ A3യിലതോ 420/297. A4ൻ്റെത് ഏതാണ്? A4ൻ്റെത് 297/210. ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ഫോർ അഡ്വാൻസ്ഡ് സർവേയിങ്? ഓക്കെ, അഡ്വാൻസ്ഡ് സർവേയിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണടാ? ഇതിലേതാണ്? നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷനാണ് ആൻസർ. ഇതിലിപ്പോൾ ഞാൻ കോമൺ ആയിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ കൂടെ നിമിയിലെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഒരു പോർഷനിൽ തന്നെ കുറച്ച് വേറെ സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സർവേയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? നമുക്കറിയാം ടോട്ടൽ സ്റ്റേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈമെൻഷൻ ടു ബി യൂസ്ഡ് ഓൺലി വി ആർ പോസിബിൾ അക്യുമുലേഷൻ ടോളറൻസ് ഡസ് നോട്ട് എൻഡേഞ്ചർ ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഓഫ് പാർട്ട്. ഓക്കെ, ഡൈമെൻഷനിങ് എന്ന പോർഷൻ എന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഏത് തരം ഡൈമെൻഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അവിടെ ഓപ്ഷൻ വായിക്കാം. ചെയിൻ ഡൈമെൻഷൻ ഉണ്ട്, പ്രോഗ്രസീവ് ഡൈമെൻഷൻ ഉണ്ട്, കമ്പൈൻഡ് ഡൈമെൻഷൻ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ചെയിൻ ഡയമെൻഷനാണ്. ചെയിൻ ഡയമെൻഷനിങ് അതിലാണ് നമ്മൾ ഇപ്പോൾ ഒരു പോർഷനിൽ നമ്മൾ എറർ എന്തെങ്കിലും സംഭവിച്ചാലും ബാക്കിയുള്ള പോർഷനെ അത് ബാധിക്കില്ല. ഓക്കെ, ചെയിൻ ഡയമെൻഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇതൊരു ഫിഗർ ആണെങ്കിൽ ഓക്കെ, നമ്മൾ ചെയിൻ ഡയമെൻഷൻ ഈ ഒരു രീതിയിലാണ് ചെയിൻ ഡയമെൻഷൻ ചെയ്യുന്നത് അല്ലേ. സോ ഇത് ആരോ ഹെഡ് തന്നെയാണ്. ഈ ഒരു പോർഷനിൽ എറർ സംഭവിച്ചാലും അത് ഈ പോർഷനിലെ ഡയമെൻഷനെ അത് ബാധിക്കുന്നില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഈ കറക്റ്റ് ഡെഫിനിഷൻ വെച്ച് ചോദിക്കുന്നതാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, ചെയിൻ ഡയമെൻഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്കെയിൽ ക്യാൻ റീഡ് എ 2 dimension. 2 dimension വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാനുള്ള സ്കെയിൽ ഏതാണല്ലോ? നമുക്കറിയാം ഓപ്ഷൻ എ, പ്ലെയിൻ സ്കെയിലാണല്ലേ. പ്ലെയിൻ സ്കെയിലാണ് നമ്മൾ 2 dimension റീഡിങ്സ് നമ്മൾ റീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്കിംഗ് എഡ്ജ് ഓഫ് എ ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ബാറ്റൺ, എബണി എഡ്ജ്, സ്ട്രിപ്പ്, ബിവൽഡ്. ഇതിലേതാണ് ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജ്? ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജ് ഏതാണ്? എബണി എഡ്ജ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, എബണി എഡ്ജാണ് ആൻസർ.
നമ്മുടെ ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജ് ഏതാണല്ലോ? ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജ് ഏതാണ്? ബിവൽഡ് ആണല്ലേ. ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജ് ബിവൽഡ് ആണ്. അത് ഓർമ്മിക്കാനായിട്ട് ടി സ്ക്വയറിൻ്റെ ടിയും ബിവൽഡിൻ്റെ ബിയും, അതായത് ടി ബി എന്ന് ഓർമ്മിച്ചതിരുന്നാൽ മതി. ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജ് ബിവൽഡ് ആണ്. അപ്പോൾ മറ്റേത് ഏതാണ്? നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെതാണെങ്കിൽ എബണി വർക്കിംഗ് എഡ്ജ് എന്നൊരു രീതിയിൽ ഓർമ്മിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ടി ബി എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ടി സ്ക്വയറിൻ്റെത് ബിവൽഡ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ A4 ഡെസിഗ്നേഷൻ ഫോർ അൺട്രിംഡ് സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്? ഇവിടെ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏത് സൈസാണ് ചോദിച്ചിരിക്കുന്നത്? A4ൻ്റെ അൺട്രിംഡ് സൈസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അൺട്രിംഡ് സൈസാണ് ചോദിച്ചിരിക്കുന്നത്. അൺട്രിംഡ് സൈസ് നമ്മളങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കാം. A4ൻ്റെ ട്രിംഡ് സൈസ് ഏതാണടാ? A4ൻ്റെ ട്രിംഡ് സൈസ് നമുക്കറിയാം 297/210 mm ആണല്ലേ. സോ അതായത് ലെങ്ത് എന്ന് പറയുന്നത് 297ഉം വിഡ്ത്ത് എന്ന് പറയുന്നത് 210 ആണ്. ആ ലെങ്ത് ആയ 297ന് അടുത്തുള്ള വാല്യൂ ഏതാണ് ഓപ്ഷനിൽ? ഓപ്ഷനിൽ ഏതാണടാ? 330 വരുന്നുണ്ടല്ലേ. സോ സിയും ബിയും എന്ന ഓപ്ഷൻ നമുക്ക് പ്രിഫറൻസ് ആയിട്ട് എടുക്കാം. എയും ബിയും നമുക്ക് അപ്പോൾ തന്നെ കളയാം. ബിയും സിയും നമുക്ക് പ്രിഫറൻസ് ആയിട്ട് എടുക്കാം. അതിൽ 297ന് അടുത്തുള്ള വാല്യൂ ആണ് 330. ഇനി 210ന് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? നമുക്കറിയാം 240 ആണല്ലേ. സോ ഓപ്ഷൻ സി 240 ആണ് ആൻസർ. 240/330 mm ആണ് A4ൻ്റെ അൺട്രിംഡ് സൈസ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങളത് അൺട്രിംഡ് പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു രീതിയിൽ അതിൻ്റെ ആൻസർ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് BIS കോഡ് നമ്പർ ഈസ് റെക്കമെൻഡഡ് ഫോർ ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്? ഡ്രോയിങ് ഷീറ്റിൻ്റെ ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കി അറിയാം ഏതാണ് ആൻസർ വരുന്നത്. ഫോൾഡിംഗ് ഷീറ്റിൻ്റെത് ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലേ. IS 1166/1986 ആണ്. ഈ IS കോഡെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു പഠിക്കേണ്ട കോഡൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഗ്രാഫിക്സിൻ്റെ ക്ലാസ് കാണാത്തവർക്ക് അതിൻ്റെ ഐ ബട്ടണിൽ ഞാനിവിടെ കൊടുത്തിരിക്കാം, അത് പോയി കാണണം. അതിൽ എങ്ങനെയൊക്കെ ഈ IS കോഡ് അത്രയും ഒക്കെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫോൾഡിങ് ഒന്ന് IS കോഡിലും പെട്ടെന്നൊന്ന് പറയാം. നമ്മുടെ SP46 ഏതാണ്? SP46 ഏതാണ്? കോഡ് ഫോർ പ്രാക്ടീസ് യൂസ്ഡ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജ് അല്ലേ. സ്കൂൾസ് ആൻഡ് കോളേജിൻ്റെതാണ് SP46 വരുന്നത്. ഇനി ജനറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഏതാണ്? ജനറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരുന്നത് IS 696. IS 696 1972 ആണ്. അതുപോലെ ഡ്രോയിങ് ഷീറ്റിൻ്റെതാണ്? ഡ്രോയിങ് ഷീറ്റിൻ്റെത് 10711 ആണല്ലേ. 10711 2001 ആണ് ഏതാ ഡ്രോയിങ് ഷീറ്റിൻ്റെത്. അതുപോലെ ഫോൾഡിംഗ് ഷീറ്റിൻ്റെത് ഏതാണ്? 1166 ആണ്. ദെൻ ഡ്രോയിങ് ബോർഡിൻ്റെതോ 1444 ആണല്ലേ. 1444 ആണ്. ദെൻ ടി സ്ക്വയറിൻ്റെത് ഏതാണ്? IS 1360 ആണ്. ദെൻ സെറ്റ് സ്ക്വയറിൻ്റെത് ഏതാണടാ? IS 1361 ആണ്. ദെൻ സ്കെയിൽ സെറ്റിൻ്റെത് ഏതാണ്? IS 10713 ആണ്. ദെൻ ലയൻസിൻ്റെത് ഏതാണ്? IS 10714 ആണ്. ദെൻ ലെറ്ററിങ്ങിൻ്റെ ഏതാണടാ? IS 9609 ആണല്ലേ. 9609 ആണ് ലെറ്ററിങ്ങിൻ്റെത്. ഡയമെൻഷനിങ്ങിൻ്റെ ഏതാണ്? 11669 ആണ് ഡയമെൻഷനിങ്ങിൻ്റെ IS കോഡ്. ഓക്കെ, അപ്പോൾ IS കോഡ് നിർബന്ധമായിട്ട് നോക്കണം. ഗ്രേഡ് 3 എക്സാം ആണ്, IS കോഡൊക്കെ ചോദിക്കും. സോ അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. വാട്ട് ഈസ് ദ സൈസ് ഇൻ MM ഫോർ മെറ്റീരിയൽ ലിസ്റ്റ് ആൻഡ് ഡയമെൻഷനിങ് ഇൻ ഡ്രോയിങ്? ഓക്കെ, അതായത് നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ ലെറ്ററിങ് ഡയമെൻഷനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണടാ. 3 to 4 mm ആണ്. ഓക്കെ, അതും നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ പറഞ്ഞു ഡ്രോയിങ് ഷീറ്റിൽ ടൈറ്റിൽ ബ്ലോക്കിൽ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ നമ്പർ എഴുതുമല്ലേ. ആ ഡ്രോയിങ്ങിൻ്റെ നമ്പറും അതുപോലെ തന്നെ കട്ടിംഗ് പ്ലെയിനിന് ഡിനോട്ട് ചെയ്യുന്ന നമ്പറും ഏത് സൈസിലാണ് എഴുതുന്നത്? 10 to 12 mm 10 to 12 mm. അതുപോലെ ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് അല്ലെങ്കിൽ മെയിൻ ഹെഡിങ് എന്നൊക്കെ പറയാം. ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് വരുന്നത് 6 to 8 mm. അതുപോലെ സബ് ടൈറ്റിൽ വരുന്നതോ? സബ് ടൈറ്റിൽ 3 to 6 mm ആണ്. അതുപോലെ ബാക്കി നോട്ട്സ്, അതുപോലെ ഡയമെൻഷൻസ്, മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഡയമെൻഷനിങ്, അതൊക്കെ വരുന്നത് ഏതിലാണ്?
3 to 5 3, 4, 5 mm സൈസിലൊക്കെ നമുക്ക് ആ ഡയമെൻഷനിങ് ചെയ്യാം. ഇതിൽ ഈ ഒരു ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് നമ്മുടെ നിമിയിൽ പറയുന്നത് 6 to 8 mm ആണ്. പക്ഷേ PSCയുടെ ആൻസറിൽ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ഹെഡിങ് അല്ലെങ്കിൽ മെയിൻ ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 8 to 12 mm ആൻസറായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ 10 to 12 mm ആൻസറായിട്ട് കണ്ടുവരാറുണ്ട്. ഏതിൽ ടൈറ്റിൽ ഓഫ് ഡ്രോയിങ് അല്ലെങ്കിൽ മെയിൻ ടൈറ്റിൽ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർക്കണം. അത് PSC ആൻസർ എടുക്കുമ്പോൾ ഇരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് E1 ഹിഡൻ ഔട്ട്ലൈൻസ്? ഓക്കെ, E1 ഹിഡൻ ഔട്ട്ലൈൻസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡാഷ്ഡ് തിന്നുണ്ട്, ചെയിൻ തിന്നുണ്ട്, ഡാഷ്ഡ് തിക്കുണ്ട്, ചെയിൻ തിക്കുണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? നമുക്കറിയാം ഡാഷ്ഡ് തിക്കാണല്ലേ, ഡാഷ്ഡ് തിക്കാണ് ആൻസർ. E1ൻ്റെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹിഡൻ എഡ്ജസ് ഓർ ഹിഡൻ ഔട്ട്ലൈൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഡോട്ടഡ് ഡാഷ്ഡ് തിക്ക് ലൈൻസ് ആണ് കറക്റ്റ് ആൻസറായിട്ട് കറക്റ്റായിട്ട് നമ്മൾ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഡോട്ടഡ് ഡാഷ് തിക്ക് ലൈൻസ് ആണ് ഈ വരുന്നത്. ഓക്കെ, അതും ആ ഒരു ടേബിൾ ഫുള്ള് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതിൻ്റെയും എളുപ്പത്തിൽ പഠിക്കാനുള്ള കോഡ് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ദ ഡയമെൻഷൻസ് ക്യാൻ ബി റീഡ് ഇൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷൻ ടെക്നിക്ക്? അലൈൻഡ് സിസ്റ്റം ഡയമെൻഷനിൽ നമ്മൾ അതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ലെഫ്റ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ഓപ്ഷൻ ബി റൈറ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ഓപ്ഷൻ സി ടോപ്പ് ടു ബോട്ടം, ഓപ്ഷൻ ഡി ബോട്ടം ടു ടോപ്പ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി റൈറ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആണല്ലേ. നമുക്കറിയാം അലൈൻഡ് സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഒന്നേ ബോട്ടത്തിൽ നിന്ന് വായിക്കും, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ഷീറ്റാണ്. ഇനി അവിടെ നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നത്? ഡയമെൻഷൻ ലൈൻസിന് പാരലായിരിക്കണം, അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈനിൻ്റെ മിഡിലായിരിക്കണം നമ്മൾ ഡയമെൻഷൻ വാല്യൂ മാർക്ക് ചെയ്യുന്നത്. ഇനി യൂണി ഡയറക്ഷൻ സിസ്റ്റത്തിലോ യൂണി ഡയറക്ഷനിൽ നമ്മൾ ബോട്ടത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഡയമെൻഷൻസ് റീഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഡയമെൻഷൻ ലൈനിൻ്റെ മിഡിലിൽ ആ ഡയമെൻഷൻ ലൈനെ ഇൻ്ററപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ഡയമെൻഷൻ ലൈനെ ഇൻ്ററപ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡയമെൻഷൻ വാല്യൂ എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് G1 ഇൻ സെൻറ്റർ ലൈൻ? വീണ്ടും ലൈൻസിൽ നിന്നുള്ള ആ G1ൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ചെയിൻ തിൻ, ഡാഷ്ഡ് തിൻ, ഡാഷ്ഡ് തിക്ക്, കണ്ടിന്യൂസ് തിക്ക്. ഓക്കെ, G1 ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് ആൻസർ ചെയിൻ തിൻ ലൈനാണ് ആൻസർ. ഓക്കെ, ചെയിൻ തിൻ ആണ് ആൻസർ. നമുക്കറിയാം G1ൽ തന്നെ സെൻറ്റർ ലൈൻ, ആ സെൻറ്റർ ലൈനിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചത്. G ക്ലാസിഫിക്കേഷൻ, അതായത് G എന്ന ടൈപ്പിൽ G1 സെൻറ്റർ ലൈനാണ്, G2 ഏതാണ്? ലൈൻ ഓഫ് സിമ്മട്രി ആണ്, G3 ഏതാണ്? ട്രാജക്ടറീസ് ആണ്. അതുപോലെ അത് ചെയിൻ തിൻ ലൈനാണ്. അതിൻ്റെ ഷോർട്ട് ലൈനും ലോങ് ലൈനും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 1:4 to 1:6 ആണല്ലേ. 1:4 to 1:6 ആണ് ആ ഒരു റേഷ്യോ. ആ ഒരു 3 നമ്പറിൻ്റെ കാര്യം കൂടെ നോക്കി വെച്ചിരിക്കണം. അതായത് G1 എന്ന് പറയുന്നത് സെൻറ്റർ ലൈനാണ്, G2 എന്ന് പറയുന്നത് ലൈൻ ഓഫ് സിമ്മട്രി ആണ്, G3 എന്ന് പറയുന്നത് ട്രജക്ടറീസ് ആണ്. ദെൻ ഷോർട്ട് ലൈനും ലോങ് ലൈനും തമ്മിലുള്ള റേഷ്യോ ആണ് 1:4 to 1:6. ഇനി അതുപോലെ വരാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ കെയിൽ K1 എന്ന് പറയുന്നത് ഔട്ട്ലൈൻസ് ഓഫ് അഡ്ജസൻറ്റ് പാർട്സ് ആണ്. K2 എന്ന് പറയുന്നത് അൾട്ടർനേറ്റ് ആൻഡ് അഡ്ജസൻറ്റ് പൊസിഷൻ ഓഫ് മൂവബിൾ പാർട്സ് ആണ്. K3 എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രോയിഡ് ലൈൻസ് ആണ്. ഓക്കെ, K എന്ന ടൈപ്പ് നമ്മൾ എന്തിനാണ് ആ ലൈനിൻ്റെ പേരെന്താണ്? ചെയിൻ തിൻ ഡബിൾ ഡാഷ് അല്ലെങ്കിൽ ഫാൻറ്റം ലൈൻ എന്നും പറയാറുണ്ട്. ഫാൻറ്റം ലൈൻ എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടേബിളും പൂർണ്ണമായിട്ടും നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ RF ഇഫ് ആൻ ആക്ച്വൽ ലെങ്ത് ഓഫ് ഡിസ്റ്റൻസസ് 5 മീറ്റർ റെപ്രസെൻറ്റഡ് ബൈ 25 mm ലെങ്ത്? RF ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ RF നമുക്കറിയാം, RFൽ 5 മീറ്ററാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 5 മീറ്ററിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എത്രയായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? 25 mm ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം RF, അതായത് ഇപ്പോൾ ഈ 5 മീറ്ററിനെ mm കൺവേർട്ട് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. RF കാണേണ്ട ഫോർമുല എന്താണ്? RF കാണേണ്ട ഫോർമുല വരുന്നത് ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് അല്ലേ. ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട് ആണ്. ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട് ആണ് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് ഇവിടെ എത്രയാണ്? 25 mm ആണ്. 25 mm ആണ്.
ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട് എത്രയാണ്? 5 മീറ്റർ ആണ്. ആ 5 മീറ്ററിനെ നമുക്ക് എമ്മിലോട്ടാക്കുമ്പോൾ എത്ര കിട്ടും? 5000 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/200 എന്ന് വരും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1/200 ആണ്. 1:200 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി RFൻ്റെ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് പഠിക്കുമ്പോൾ RF എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. ഈ RFൻ്റെ ഫുൾ ഫോം എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണല്ലേ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ അല്ല, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. അത് മാറിപ്പോകല്ലേ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് RFൻ്റെ ഫുൾ ഫോം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്കെയിൽ ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് ആംഗിൾസ് ഇൻ ആബ്സെൻസ് ഓഫ് എ പ്രൊട്രാക്ടർ? പ്രൊട്രാക്ടർ ഇല്ലാത്തപ്പോൾ നമ്മൾ ആംഗിളിന് വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നതിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഡയഗണൽ സ്കെയിലുണ്ട്, കമ്പാരിറ്റീവ് സ്കെയിലുണ്ട്, കോഡ് സ്കെയിലുണ്ട്, പ്ലെയിൻ സ്കെയിലുണ്ട്. ഇതിലേതാണ് നമ്മൾ ആംഗിളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഓപ്ഷൻ സി കോഡാണ് അല്ലെ. സ്കെയിൽ ഓഫ് കോഡാണ് നമ്മൾ ആംഗിളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ ഇനേബിൾ ആക്കി വച്ചിരിക്കുക. നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.